അപ്പോൾ ഫോൺ റെക്കോർഡിംഗ് മാത്രമല്ല കേട്ടോ. ഇത് നടത്തുന്ന ആളാണോ, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ റീൽ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ, ഓഡിയോ നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കാം എന്നിപ്പോൾ പഠിച്ചില്ലേ? നിങ്ങൾ യൂട്യൂബർ, പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ റീല്, കണ്ടന്റ് ക്രിയേറ്റർ, വോയിസ് ആർട്ടിസ്റ്റ്, ആരും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മാത്രം ഇവരെല്ലാം കാത്തിരിക്കുവാണോ? സത്യമായിട്ടും ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നും. നമ്മൾ റെക്കോർഡ് അമർത്തുന്ന കൃത്യസമയം തന്നെ ലോകം മുഴുവൻ ആക്റ്റീവ് ആകുന്നത് പോലെ. അതിലും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോൾ വീട് ഭയങ്കര ശാന്തമായിരിക്കും. ഫോൺ എടുത്തു, റെക്കോർഡ് അമർത്തി, അപ്പോഴാണ് പുറത്ത് ഹോൺ. അടുത്ത വീട്ടിൽ കുട്ടി കരയുന്നു, അടുക്കളയിൽ പാത്രം വീഴുന്നു, മുകളിൽ എന്തോ വലിച്ചിഴയ്ക്കുന്നു. പിന്നെ നമ്മൾ ഫോണ് താഴെ വെച്ച് ഒരേ ഒരു ഡയലോഗ് പറയും, ഇവിടെ ഒന്നും നടക്കില്ല. നിങ്ങളുടെ വീട്ടിലും എന്റെ അതേ സിറ്റുവേഷൻ തന്നെയാണോ? നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല, നിശബ്ദം, സമാധാനം. പക്ഷെ ഫോൺ എടുത്ത് റെക്കോർഡ് അമർത്തിയാൽ എവിടെ നിന്നാണെന്ന് പോലും അറിയില്ല. ശബ്ദങ്ങൾ ഓരോന്നായി വരാൻ തുടങ്ങും. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് മുറി എങ്ങനെ സൈലന്റ് ആക്കാം എന്ന് പറയാൻ പോകുന്നില്ല. കാരണം ചില മുറികൾ സൈലന്റ് ആകില്ല. അത് അംഗീകരിച്ച ദിവസം മുതലാണ് എന്റെ റെക്കോർഡിംഗ് കുറച്ചുകൂടി എളുപ്പമായത്. ഇത്രയും ബഹളമുള്ള മുറിയിൽ നമുക്ക് ക്ലീൻ ആയിട്ടൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ യൂട്യൂബർ, പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ റീല്, കണ്ടന്റ് ക്രിയേറ്റർ, വോയിസ് ആർട്ടിസ്റ്റ്, ആരും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ബഹളം ശരിക്കും നിങ്ങളുടെ റെക്കോർഡിംഗ് നശിപ്പിക്കുന്നുണ്ടോ? അതോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രീതിയാണോ അതിന് വലിയ പ്രശ്നമാക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് ഒരാൾ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അതേസമയം 20 അടി അകലെ മറ്റൊരാൾ സംസാരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? അടുത്തിരിക്കുന്ന ആളിൽ, അല്ലേ? നമ്മുടെ റെക്കോർഡിംഗും ഇതേ കാര്യം ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയ കാര്യം ഒന്നിപ്പോ ചെയ്യാമോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു നിമിഷം ഒന്നും സംസാരിക്കാതെ കേൾക്കൂ. എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഫാൻ, AC, റോഡ്, ആരുടെയെങ്കിലും സംസാരം, അല്ലെങ്കിൽ ഒരു ഹമ്മിങ് സൗണ്ട്, അതുമല്ലെങ്കിൽ നായ കുരയ്ക്കുന്നു, അതുമല്ലെങ്കിൽ ഒരു കാക്ക കരയുന്നു. കണ്ടോ? ഇതിലെല്ലാം ഒരേ തരത്തിലുള്ള ശബ്ദമാണോ? അല്ല. ഇതാണ് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നത്. നോയ്സ് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഒരു ബോക്സിലിടുന്നു. പക്ഷേ ഒരു ഫാനിന്റെ തുടർച്ചയായ ശബ്ദവും പെട്ടെന്ന് വരുന്ന ഒരു ഹോണും നമ്മുടെ അടുത്ത് ഒരാൾ സംസാരിക്കുന്നതും മൂന്ന് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാനൊരു പുതിയ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഈ ശബ്ദം എങ്ങനെ ഇല്ലാതാക്കാം എന്നല്ല, ഇതിലേതാണ് എൻ്റെ വോയിസിനെ ശരിക്കും നശിപ്പിക്കുന്നത് എന്ന്. ഉദാഹരണത്തിന്, എൻ്റെ മുന്നിൽ ഒരു ഫാൻ ഓടുന്നു എന്ന് കരുതൂ. ആദ്യത്തെ 5 സെക്കൻഡ് അത് ഭയങ്കര നോട്ടീസബിൾ ആയിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അതിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരു ഹോൺ വന്ന അറ്റൻഷൻ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ നോയ്സും ഒരുപോലെ ട്രീറ്റ് ചെയ്യേണ്ടാത്തത്. ദി ഫസ്റ്റ് ബിഗ് ചേഞ്ച്. ഒരുപാട് പേര് ഫോൺ എവിടെയാണ് പിടിക്കുന്നത്? ഇങ്ങനെ, അല്ലേ? കുറച്ച് ദൂരത്തിൽ. കാരണം ഫ്രെയിം നല്ലതായിരിക്കും, മുഖം മുഴുവൻ കിട്ടണം, ബാക്ക്ഗ്രൗണ്ട് കാണണം, എല്ലാം കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ശബ്ദത്തോടൊപ്പം നിങ്ങളുടെ മുറിക്കും മൈക്രോഫോണിന്റെ അടുത്തേക്ക് വരാൻ അവസരം കിട്ടും. അതാണ് നമ്മൾ മാറ്റേണ്ടത്. ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫോണ് കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരിക, അത്രമാത്രം. മുഖത്തോട് ഒട്ടിക്കേണ്ട, കംഫർട്ടബിൾ ആയ ഒരു ഡിസ്റ്റൻസ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ശബ്ദം മൈക്രോഫോണിന് വ്യക്തമായിട്ട് കിട്ടുന്നു. അപ്പോൾ പിന്നെ വോളിയം കൂട്ടി മുറിയിലെ ബാക്കിയുള്ള ശബ്ദവും കൂടെ വലുതാക്കേണ്ട സാഹചര്യം കുറയും. ഫോണ് ദൂരെയിട്ട് ഉറക്കെ സംസാരിക്കുന്നതിന് പകരം ഫോണ് കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. നിങ്ങളുടെ മൈക്രോഫോൺ ദൂരെയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് മാത്രമല്ല അത് കേൾക്കുന്നത്, നിങ്ങളുടെ റൂമിനെയും അത് കേൾക്കുകയാണ്. നിങ്ങൾ അടുത്തേക്ക് വന്നാൽ വോയിസ് മുന്നിലേക്ക് വരും, റൂം പിന്നിലേക്ക് പോകും. ഡോണ്ട് ഷൗട്ട് അറ്റ് ദ നോയ്സ്. ഇനി മറ്റൊരു സിറ്റുവേഷൻ പറയാം. പുറത്ത് ആളുകൾ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെക്കാൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങും. ഹലോ ഗായ്സ്. വീട്ടിലുള്ളവർ വിചാരിക്കും, ഇവൻ എന്ത് പറ്റി, വട്ടായോ? അല്ലെങ്കിൽ ഇവൾക്ക് എന്ത് പറ്റി, വട്ടായോ? പക്ഷേ അതിന്റെ ആവശ്യമില്ല. നോയ്സിനെ തോൽപ്പിക്കാൻ ഒച്ചയെടുക്കേണ്ട ആവശ്യമില്ല. പകരം ശബ്ദം കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരിക. എങ്ങനെയെന്നല്ലേ പറയാം. നിങ്ങൾ മൈക്രോഫോണിന്റെ അടുത്തേക്ക് വരിക. അതായത് പുറത്തുള്ള ശബ്ദമായി മത്സരിക്കുന്നതിന് പകരം നിങ്ങളുടെ ശബ്ദത്തിന് മൈക്രോഫോണിൽ പ്രയോറിറ്റി കൊടുക്കുകയാണ്. എന്നുവെച്ച് മൈക്ക് വിഴുങ്ങണമെന്നല്ല പറഞ്ഞത്. ഒരു പരിധിവരെ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുക. പുറത്തുള്ള നോയ്സിനെ തോൽപ്പിക്കാൻ ഷൗട്ട് ചെയ്യണ്ട. നിങ്ങളുടെ വോയിസിന് ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുത്താൽ മതി. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം വരും. ബട്ട് ഡോണ്ട് സ്പീക്ക് ഡയറക്ട്ലി ഇൻ ടു ദ മൈക്ക്. ഇവിടെ ഒരു ചെറിയ അപകടമുണ്ട്. ഫോൺ വളരെ അടുത്ത് കൊണ്ടുവന്ന പ ഭ എന്ന് മൈക്കിലേക്ക് നേരെ വായു അടിച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോയ സന്തോഷത്തിൽ മറ്റൊരു പ്രശ്നം കിട്ടും. പോപ്പിംഗ് സൗണ്ട്.
അതുകൊണ്ടാണ് മൈക്രോഫോണിന്റെ നേരെ സംസാരിക്കാതെ അല്പം വശത്തേക്ക് സംസാരിക്കുന്നത്. ഇതിനുള്ള ഒരു 2 വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇവിടെ പോയാൽ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ നേരെ വായുടെ മുന്നിൽ പിടിക്കേണ്ട, അല്പം സൈഡിലേക്ക് മാറ്റുക. നിങ്ങൾ മുന്നോട്ട് സംസാരിക്കട്ടെ, ഫോൺ സൈഡിൽ നിന്ന് കേൾക്കട്ടെ. വോയിസ് എത്തും, വായിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് എയർ മൈക്കിൽ അടിക്കുന്നത് കുറയും. ഇനി മറ്റൊരു റിയൽ ലൈഫ് പ്രോബ്ലം, നിങ്ങളുടെ റൂമിൽ ഫാൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഫാൻ ഓഫ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാൽ ഓഡിയോ ക്ലീൻ ആക്കുന്നതിന് മുന്നേ നമ്മൾ തന്നെ മെൽറ്റായി പോകും. ഫാൻ ഓഫ് ചെയ്യണമെന്നില്ല, പക്ഷേ അതിൻ്റെ കാറ്റ് നേരെ ഫോണിലേക്ക് അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ആദ്യം അതാണ് നോക്കുന്നത്. കാറ്റിൻ്റെ ലൈൻ എവിടെയാണ്? അതിൽ നിന്ന് ഫോൺ മാറ്റാൻ പറ്റുമോ? ചിലപ്പോൾ ഒരു 1/2 മീറ്റർ മാറിയാൽ മതി. നമ്മൾ കേൾക്കുമ്പോൾ ഫാൻ അതേ വോളിയം തന്നെയാണ്, പക്ഷേ റെക്കോർഡിങ്ങിൽ വരുന്ന ആ കുറയും. യുവർ പൊസിഷൻ മാറ്റേഴ്സ് മോർ ദാൻ യുവർ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെയാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം. ഒരു നോയ്സി റൂമിൽ ഞാൻ ആദ്യം മാറ്റാൻ നോക്കുന്നത് നോയ്സ് അല്ല, എൻ്റെ പൊസിഷനാണ്. നമ്മൾ സാധാരണ ഒരു മുറിയിൽ എവിടെ ഇരിക്കും? കംഫർട്ടബിൾ ആയ ഇടത്ത് അല്ലേ? ചെയർ അവിടെ ഉണ്ടെങ്കിൽ അവിടെ, ടേബിൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ, ചാർജിങ് പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ. പക്ഷേ ശബ്ദത്തിന് അതൊന്നും പ്രശ്നമല്ലല്ലോ, അതിന്റെ വഴിക്ക് വരും. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ആദ്യം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കും. ഈ മുറിയിൽ എവിടെയാണ് എനിക്ക് ഏറ്റവും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നത്? ഇതിന് അക്വസ്റ്റിക് നോളജ് ഒന്നും വേണ്ട, ഫോൺ പോലും വേണ്ട. മുറിയുടെ നടുവിൽ നിൽക്കുക, കുറച്ചു നേരം കേൾക്കുക, പിന്നെ മറ്റൊരു കോണിലേക്ക് നടക്കുക. വാതിലിന്റെ അടുത്ത്, ജനലിന്റെ അടുത്ത്, അകത്തെ ചുമരിന്റെ അടുത്ത്, എല്ലായിടത്തും ഒരുപോലെ കേൾക്കില്ല. കാരണം ശബ്ദം മുറിയിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ വരില്ല. ചിലപ്പോൾ ജനൽ വഴിയാണ് കൂടുതൽ വരുന്നത്, ചിലപ്പോൾ വാതിൽ, ചിലപ്പോൾ കോറിഡോർ. നമ്മുടെ റെക്കോർഡിംഗ് സ്പോട്ട് എന്തിനാണ് സ്ഥിരമായി ഒരേ സ്ഥലത്തായിരിക്കേണ്ടത്? ഐസ് വേഴ്സസ് ഇയേഴ്സ്. ഇവിടെയും ഒരു ഫണ്ണി പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കണ്ണ് പറയും ഇവിടെ ഇരുന്നാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും, പക്ഷെ ചെവി പറയും അവിടെ പോയിരിക്കേ. ഒരു ബഹളമുള്ള റൂമിൽ ഞാൻ ചെവിയുടെ സൈഡാണ് കേട്ടോ. ഫൈൻഡ് ദ ബെസ്റ്റ് സ്പോട്ട്. ചിലപ്പോൾ മുറിയിലെ ഏറ്റവും ക്വയറ്റായ സ്ഥലം നമ്മൾ കരുതുന്ന സ്ഥലമായിരിക്കില്ല. ജനലിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഭാഗത്തേക്ക് പോകുന്നത് ലോജിക്കായി തോന്നും, പക്ഷേ അവിടെ ഫ്രിഡ്ജിന്റെ ഹമ്മുണ്ടാകാം, കമ്പ്യൂട്ടർ ഫാൻ ഉണ്ടാകാം, അക്വേറിയം മോട്ടർ ഉണ്ടാകാം, കിച്ചൺ എക്സോസ്റ്റിന്റെ വൈബ്രേഷൻ മതിൽ വഴി വരാം. അതുകൊണ്ട് ഞാനൊരു റൂം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവിടെ സംസാരിക്കാറില്ല, നടക്കും. ഫോണ് കയ്യിലെടുത്ത് നടക്കും. മുറിയുടെ ഓരോ ഭാഗത്തും കുറച്ച് സെക്കൻഡ് നിൽക്കും. ഇവിടെ എന്താണ് കേൾക്കുന്നത്? അവിടെ എന്താണ് കേൾക്കുന്നത്? ഒരു കോർണർ റോഡ് കുറവായിരിക്കും, മറ്റൊരു ഭാഗത്ത് ഫാന് കൂടുതൽ, മറ്റൊരു ഭാഗത്ത് നൈബറിന്റെ TV. അപ്പോൾ എനിക്ക് വേണ്ടത് സൈലന്റ് സ്പോട്ടല്ല, എൻ്റെ വോയിസിന് ഏറ്റവും കുറച്ച് കോമ്പറ്റീഷൻ ഉള്ള സ്പോട്ടാണ്. ഇത് രണ്ടും ഒരേ കാര്യമല്ല. പീപ്പിൾ ടോക്കിംഗ് ഔട്ട്സൈഡ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയ നോയ്സ് വരുന്നു എന്ന് കരുതാം. പുറത്താരെങ്കിലും സംസാരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഫാനിനേക്കാൾ ഡിസ്റ്റർബിംഗ്? കാരണം അത് ലാംഗ്വേജ് ആണ്. ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കാൻ ശ്രമിക്കും. നിങ്ങൾ പറയുന്നത് കേൾക്കണോ, പുറത്ത് പറയുന്നത് കേൾക്കണോ? അപ്പോൾ നിങ്ങളുടെ ശ്രോതാക്കളുടെ അറ്റൻഷൻ സ്പ്ലിറ്റ് ആകും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ റെക്കോർഡിംഗ് തുടരാൻ ശ്രമിക്കാറില്ല. ഒരു സെന്റൻസ് നടുവിൽ നിർത്തും, പോസ്. നോയ്സ് പോയാൽ ആ സെന്റൻസ് ആദ്യം മുതൽ വീണ്ടും പറയും. ഡോണ്ട് റീസ്റ്റാർട്ട് ദ ഹോൾ ടേക്ക്. ഇനി മറ്റൊരു സംഭവം, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പുറത്ത് പെട്ടെന്നൊരു ബൈക്ക് പോകുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിയോയിലും കേൾക്കാം, അല്ലെങ്കിൽ പാത്രം താഴെ വീഴുന്നു, അതും അല്ലെങ്കിൽ ആരെങ്കിലും വാതിലടയ്ക്കുന്നു. നമ്മുടെ ബ്രെയിൻ ഉടനെ പറയും, പോയി, ടേക്ക് നശിച്ചു, ഇല്ലേ? പറയാറില്ലേ? എന്നിട്ട് ആദ്യം മുതൽ വീണ്ടും. അതാണ് വേണ്ടാത്തത്. ആ ശബ്ദം വന്നിടത്ത് ഒരു നിമിഷം നിർത്തുക, മുഖത്തെ എക്സ്പ്രഷൻ പോലും മാറ്റണ്ട. ശബ്ദം പോയി കഴിയട്ടെ, പിന്നെ ആ സെന്റൻസ് മാത്രം വീണ്ടും പറയുക. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കിത് അവിടെ കട്ട് ചെയ്യാൻ പറ്റും. ഒരു പുറത്തുള്ള ശബ്ദത്തിന് നിങ്ങളുടെ 5 മിനിറ്റ് പെർഫോമൻസ് മുഴുവൻ കളയാനുള്ള അധികാരം എന്തിനാണ് കൊടുക്കുന്നത്? അത് 5 സെക്കൻഡ് വന്നതാണെങ്കിൽ 5 സെക്കൻഡ് മാത്രം കളയട്ടെ, ബാക്കി നമ്മുടേതാണ്. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ഫോർ എവറി ലിറ്റിൽ സൗണ്ട്. പക്ഷേ ഇവിടെ ഒരു ബാലൻസ് വേണം കേട്ടോ. ഒരു ചെറിയ ശബ്ദം വന്നാലും സ്റ്റോപ്പ് ചെയ്താൽ റെക്കോർഡിംഗ് ഒരിക്കലും തീരില്ല. അതുകൊണ്ട് ഞാൻ നോയ്സിനെ 2 ഗ്രൂപ്പായിട്ട് കാണും. ഗ്രൂപ്പ് 1 ശ്രോതാക്കളുടെ അറ്റൻഷൻ പിടിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം. ഗ്രൂപ്പ് 2 അവിടെ ഉണ്ടെങ്കിലും വോയിസ് മനസ്സിലാക്കാൻ തടസ്സമാകാത്ത ശബ്ദം. രണ്ടാമത്തേതിനെ ഞാൻ പലപ്പോഴും വിടും. ദി ബിഗസ്റ്റ് മിസ്റ്റേക്ക്, പെർഫെക്റ്റ് ക്ലീൻ ഓഡിയോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ നോയ്സും റിമൂവ് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെ ഒരു ഒബ്സഷൻ വേണ്ട. കാരണം ചിലപ്പോൾ ഓഡിയോ ക്ലീൻ ആക്കാൻ ശ്രമിച്ച് നമ്മുടെ ശബ്ദം തന്നെ അൺനാച്ചുറലാക്കി കളയും. വാക്കുകളുടെ എഡ്ജസ് പോകും, വോയിസ് മെറ്റാലിക് പോലെ തോന്നും, ശ്വാസം വേടായിട്ട് കേൾക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോയിട്ടുണ്ടാവും, പക്ഷേ കേൾക്കാൻ സുഖമുള്ള വോയിസും കൂടെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റൂളുണ്ട്, ക്ലീൻ എനഫ്. പെർഫെക്റ്റ് അല്ല, ക്ലീൻ എനഫ്. കേൾക്കുന്ന ആളിന് എൻ്റെ വാക്കുകൾ വ്യക്തമായിട്ടുണ്ടോ? ഉണ്ട്. ശബ്ദം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം മതി, പബ്ലിഷ്.
ലിസൺ ലൈക്ക് എ നോർമൽ പേഴ്സൺ. ഇതാദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹെഡ്ഫോൺ വെച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ശബ്ദം പോലും വലിയ തെറ്റായിട്ട് തോന്നും. പക്ഷേ പിന്നെ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ റെക്കോർഡിംഗ് സാധാരണ ആളുകൾ കേൾക്കുന്ന രീതിയിൽ കേട്ടു. ഫോൺ സ്പീക്കറിൽ വോളിയം നോർമലായി. അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പിടിച്ചുകൊണ്ടിരുന്ന പല ചെറിയ നോയ്സും സാധാരണ കേൾക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുക പോലുമില്ല. അതായത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഓഡിയോയെ ക്ലീൻ ചെയ്യുകയല്ല, ഓഡിയോയെ ഒബ്സസ് ചെയ്യുകയാണ്. വാട്ട് ഡസ് ക്ലീൻ ഓഡിയോ ആക്ച്വലി മീൻ? ഇവിടെ ഒരു ലൈൻ ഓർക്കാം. ക്ലീൻ ഓഡിയോ എന്നത് ഒന്നും കേൾക്കാത്ത ഓഡിയോ അല്ല, നിങ്ങൾ പറയുന്നത് എഫേർട്ട്ലെസ്സായി മനസ്സിലാക്കുന്ന ഓഡിയോ ആണ്. അതാണ് എനിക്ക് റെക്കോർഡിങ്ങിനെ കുറിച്ചുള്ള മുഴുവൻ സമീപനവും മാറ്റിയത്. ദിസ് വർക്ക് ഫോൺ റെക്കോർഡിംഗ് മാത്രമല്ല കേട്ടോ. ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ആളാണോ, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ റീൽ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ, പ്രസൻറ്റേഷൻ, വോയിസ് നോട്ട്, ഇതൊക്കെ ചെയ്യുന്ന ആളാണോ എങ്കിൽ ഈ വീഡിയോയിൽ ഓഡിയോ നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കാം എന്നിപ്പോൾ പഠിച്ചില്ലേ? നിങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നതിനേക്കാൾ നിങ്ങളുടെ വോയിസ് എത്ര ക്ലിയറായി ക്യാപ്ചർ ചെയ്യുന്നു എന്നതാണ് കാര്യം. കാരണം ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാൾ ഹെഡ്ഫോൺ എടുത്തിട്ട് ഡിറ്റക്റ്റീവായിട്ടിരിക്കില്ല. 0.4 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 47 സെക്കൻഡിൽ ഒരു ബൈക്ക് പോയല്ലോ എന്ന് പിടിക്കാനല്ല അവർ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനാണ്. നിങ്ങളുടെ ശ്രോതാക്കൾ എപ്പോഴും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലല്ല ഇരിക്കുക. ഒരാൾ ചിലപ്പോൾ ബസ്സിലായിരിക്കും, ഒരാൾ കിച്ചണിലായിരിക്കും, ഒരാൾ ഹെഡ്ഫോൺ വെച്ച് നടക്കുമായിരിക്കും, മറ്റൊരാൾ ലഞ്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണും. അവർ നിങ്ങളുടെ വേവ് ഫോം ഇൻസ്പെക്ട് ചെയ്യാനല്ല വന്നിരിക്കുന്നത്, നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് വന്നത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ജീവിതമുണ്ടെന്നത് എല്ലായ്പ്പോഴും ഫെയിലിയർ അല്ല. പക്ഷേ വോയിസ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു എങ്കിൽ അവിടെ ചേഞ്ച് വേണം. ഓക്കെ അല്ലേ? അടുത്ത തവണ റെക്കോർഡ് ചെയ്യുമ്പോൾ മുറിയെ നോക്കി ഇവിടെ ഭയങ്കര നോയ്സാണ് എന്ന് മാത്രം പറയരുത്. കുറച്ച് സ്പെസിഫിക് ആകൂ. എന്ത് നോയ്സ്? അത് കോൺസ്റ്റൻ്റ് ആണോ? പെട്ടെന്ന് വരുന്നതാണോ? കാറ്റാണോ? ആളുകളുടെ സംസാരമാണോ? അപ്ലയൻസ് ആണോ? എൻ്റെ ശബ്ദം മൈക്കിൻ്റെ അടുത്താണോ? അതോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണോ? അല്ലേ? എല്ലാവരും പറയുന്ന പോലെ പ്രോബ്ലത്തിൻ്റെ പേര് കിട്ടിയാൽ അല്ലെങ്കിൽ പ്രോബ്ലം കണ്ടുപിടിച്ചാൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. ദി ഫൈനൽ സിമ്പിൾ ടെസ്റ്റ്. നിങ്ങൾക്കൊരു എക്സ്പെൻസീവ് സ്റ്റുഡിയോ ഇല്ലായിരിക്കാം, അക്വസ്റ്റിക് റൂം ഇല്ലായിരിക്കാം, വീട്ടിൽ മുഴുവനും സൈലൻസ് കിട്ടാതിരിക്കാം. അതൊന്നും ഇപ്പോൾ വേണ്ട. ഇന്നൊരു റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നോക്കൂ. നോയ്സ് കുറയ്ക്കുന്നതിന് മുമ്പ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയ്ക്കുന്നതിന് മുമ്പ് വോയിസിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ചെക്ക് ലിസ്റ്റോടെ പറയാം. ഫോൺ അല്പം അടുത്തേക്ക്, ഡയറക്റ്റ് എയർ ഒഴിവാക്കി ചെറിയ ആംഗിൾ, കാറ്റിൻ്റെ ലൈനിൽ നിന്ന് മാറി, റൂമിൽ വോയിസിന് കോമ്പറ്റീഷൻ കുറവുള്ള സ്ഥലം കണ്ടുപിടിച്ചു, അറ്റൻഷൻ തട്ടിയെടുക്കുന്ന ശബ്ദം വന്നാൽ മാത്രം റീടേക്ക്. പിന്നെ റെക്കോർഡിംഗ് ഒരു സാധാരണ ലിസണറെ പോലെ കേൾക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു വോയിസ് അടിപൊളിയായിട്ട് കിട്ടും. ഇതെല്ലാം ചെയ്തിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഹോണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി കേട്ടെങ്കിൽ റെക്കോർഡിംഗ് അതിൻ്റെ ജോലി ചെയ്തു. ദി ഫൈനൽ ഫിലോസഫി. പെർഫെക്റ്റ് സൈലൻസ് കിട്ടുന്നത് വരെ ഓഡിയോയെ കൊല്ലരുത്. നമുക്ക് വേണ്ടത് സൈലൻ്റ് റൂമല്ല, കേൾക്കാൻ തോന്നുന്ന ഒരു ശബ്ദമാണ്. അതിനെപ്പോഴും വലിയ സ്റ്റുഡിയോ നിർബന്ധമൊന്നുമില്ല, എക്സ്പെൻസീവ് മൈക്കും നിർബന്ധമില്ല, നമ്മുടെ വീട് മാറണമെന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഫോൺ പിടിക്കുന്ന ഡിസ്റ്റൻസ് മാറിയാൽ മതി, ഇരിക്കുന്ന സ്ഥലം മാറിയാൽ മതി, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന രീതി മാറിയാൽ മതി. കഴിഞ്ഞോ? എന്നാ ഞാൻ തുടങ്ങട്ടെ. ശബ്ദം വരട്ടെ, നമ്മൾ നിർത്തണ്ട. അടുത്ത വീഡിയോയിൽ മറ്റൊരു വോയിസ് ഹിസ്റ്ററിയുമായി കാണും വരെ ടാറ്റാ.